അത് എല്ലാവർക്കും ഒരേ അനുഭവമാണോ എന്നറിയില്ല. ഇതെൻ്റെ ചിലപ്പോൾ വളരെ പേഴ്സണലായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം. എനിക്ക് അതിന് ശേഷം ഞാനൊരു ഗ്രൂപ്പ്, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ചെറിയ അടുത്ത സുഹൃത്തുക്കളെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ സമഅ വഹുവ ഷഹീദ്. ഇതിൽ തീർച്ചയായിട്ടും എന്തുണ്ട്, ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്? ഒരു ഹൃദയമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ആ ഹൃദയത്തോടൊപ്പം കേൾക്കാൻ വേണ്ടി ചെവി കൂർത്തു തരുന്ന ആളുകൾക്ക് വേണ്ടി ഇതിലൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. അവർ ഇതിന് സാക്ഷ്യം വഹിക്കുമെന്നുള്ള ഒരു ആയത്ത് എൻ്റെ മനസ്സിൽ വല്ലാണ്ട് തട്ടിയിരുന്നു. അപ്പോൾ ഞാൻ കൽബിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ചില അടുത്ത സുഹൃത്തുക്കൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിന് ശേഷം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആരെയും ആഡ് ചെയ്യാം. അതിൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. നമ്മൾ പല സാധനങ്ങളിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ദീനീപരമായിട്ട് പോലും ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ നിസ്കാരം ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ചിന്തിക്കാറുണ്ട്, എൻ്റെ നോമ്പ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ചിന്തിക്കാറുണ്ട്, സുന്നത്ത് നോമ്പ് എടുക്കണം നമ്മൾ പരസ്പരം ഷെയർ ചെയ്യാറുണ്ട്. അതിന് പ്രേരിപ്പിക്കാറുണ്ട്. നമ്മൾ അൽഹംദുലില്ലാഹ് നമുക്ക് ഉള്ളൊരു സർക്കിളിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ മുസ്ലിം സഹോദരൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മളൊരു സുഹൃത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളെ ഈമാനൊന്ന് എന്ത് ചെയ്യണം, ഒന്ന് പുതുക്കണം, നമ്മളെ കൽബിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്നത്, അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന അങ്ങനെയുള്ള കോൺവെർസേഷൻസ് പൊതുവെ എനിക്ക് പേഴ്സണലി എൻ്റെ അനുഭവത്തിൽ കുറവാണ്. അതൊരു എന്തോ ഒരു എക്സോട്ടിക് ടോപ്പിക് ആയിട്ട് മാറും. അപ്പോൾ ഒരു സ്പിരിച്വൽ എസോട്ടറിക് എന്നൊക്കെ പറയാൻ പറ്റുന്ന വേറെ എന്തോ ഒരു ലെവലിലുള്ള ഒരു ടോപ്പിക്ക്. അല്ലാണ്ട് എന്തല്ല, ഇതൊരു റെഗുലർ കോൺവെർസേഷൻ അല്ല. പക്ഷെ നമ്മളെ കൽബ് അങ്ങനെയുള്ളൊരു സാധനമാണോ? അത് ശരിക്കും നമ്മളൊരു ഡെയിലി കോൺവെർസേഷൻ്റെ ഭാഗമല്ലേ? നമ്മളെ കൽബിൻ്റെ ഉള്ള ഈമാന്, നമ്മളെ ഇഖ്ലാസ് ഓരോ ദിവസം നമ്മൾ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമല്ലേ? പരിശുദ്ധ ഖുർആൻ ലബനൻ ഖാലിസ എന്നുള്ളൊരു പ്രയോഗം ഉണ്ടല്ലോ. ആ പാലിനെ കുറിച്ച് പറയുന്നത്, അതായത് 2 സാക്കുകൾക്കിടയിലൂടെയാണ് അത്ര പാലുണ്ടാവുക. ഒന്നിൽ രക്തം ഉണ്ടാവും, മറ്റേതിൽ ചാണകം ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ പ്യൂരിഫൈ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പാല് വരുന്നത്. പാലിൽ ഈ രണ്ടിൻ്റെ ഏതെങ്കിലും ഒരംശം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂല, നമ്മൾ തിരിഞ്ഞു നോക്കൂല, കുടിക്കൂല. പക്ഷെ നമ്മളത് സേഫായിട്ട് എത്ര ധൈര്യത്തിൽ ഒരു സംശയം കൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ പരിശുദ്ധമായ പാല് നമ്മൾ കുടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയും ചെളിയും അല്ലെങ്കിൽ ഇത്രയും ഫിത്നയും ഒക്കെ ഉണ്ടാവുന്നതിൻ്റെ ഇടയിലൂടെ പ്യൂരിഫൈ ആയിട്ട് വരേണ്ട ഒരു സാധനമാണ് ഇഖ്ലാസ്. അപ്പോൾ അങ്ങനെ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് എന്ത് ചെയ്തത്, ഹജ്ജ് എന്നുള്ളൊരു കർമ്മത്തിലൂടെ എനിക്ക് ഫീൽ ചെയ്തൊരു സാധനം. അപ്പോൾ ഇനി ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് വരാം. അങ്ങനെ ഹജ്ജിന് മുമ്പത്തെ ഒരുപാട് ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും എല്ലാവരും പറയുന്ന പോലെ എന്തുണ്ട്, വലിയൊരു തയ്യാറെടുപ്പ് നമുക്ക് അതിനാവശ്യമാണ്. വലിയൊരു തയ്യാറെടുപ്പ് ആവശ്യമാണെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പല കാര്യങ്ങളും അതിന് വേണ്ടി അറേഞ്ച് ചെയ്യും, പല കാര്യങ്ങളും റെഡിയാക്കും, പല ആളുകളോട് പോയി സംസാരിക്കും, നമ്മൾ ചെയ്തു പോയ പല കാര്യങ്ങളും ക്ലിയർ ആക്കാൻ നോക്കും, മാനസികമായി ക്ലിയർ ആക്കാൻ നോക്കും, അങ്ങനെ പൊരുത്തങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെയും എന്നോടിപ്പോൾ ചോദിക്കുകയാണ്, നിനക്ക് ഇനിയൊരു കൊല്ലം ക്ലിയർ ആക്കാൻ ഇനിയും സമയം കിട്ടിയിരുന്നെങ്കിൽ മതിയാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പറയുന്നത് ഇനിയും മതിയാവില്ല. അപ്പോൾ എനിക്കിവിടെ ഉള്ള എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ എന്തൊക്കെയോ ആവാനുണ്ട്, ഇനി എന്തൊക്കെയോ ക്ലിയർ ആയിട്ട് വേണം, എന്തൊക്കെയോ എത്തിയിട്ട് വേണം ഹജ്ജിന് വേണ്ടി നിയത്ത് ചെയ്യാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയം എന്ത് ചെയ്യില്ല, ഒരിക്കലും മതിയാവില്ല. അപ്പോൾ എന്തെല്ലോ തയ്യാറെടുപ്പിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഹജ്ജിന് പോകാം എന്ന് വെച്ച് നിൽക്കുകയാണെങ്കിൽ ആ സമയം നമുക്ക് ഒരിക്കലും മതിയാവില്ല എന്നുള്ളതാണ്. കാരണം മരണം നമ്മൾ അങ്ങനെയാണല്ലോ തേടി വരിക. നമ്മളെല്ലാ നന്മകളും പൂർത്തിയാക്കി എന്നിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴല്ലല്ലോ വരിക. ചില നന്മകൾ എന്തുണ്ടാവും, പകുതി വഴിക്കുണ്ടാവും. അത് അതിൻ്റെ ഒരു സ്വാഭാവികതയാണ്. എനിക്കുണ്ടായിരുന്നു ഇവിടെ കാണുന്ന ഈ അൽബിദായ നിഹായൻ്റെ 6 വോളിയം ഉണ്ട്. 6ഉം തീർത്തിട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. 3 തീർന്നപ്പോഴത്തേക്ക് പോകേണ്ടി വന്നു. വേറെ ചില കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ചില സുഹൃത്തുക്കൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു മുന്നേ. ചിലത് ഓൺ ദ വേ ആയിരുന്നു, ചിലത് കംപ്ലീറ്റ് ചെയ്തു, ചില പോർഷൻസ് കംപ്ലീറ്റ് ആയി. നമുക്ക് ചില ആഗ്രഹങ്ങൾ അതിന് മുന്നേ എന്ത് ചെയ്യണം, ചില സ്ഥലങ്ങളിൽ ചില ബിസിനസ് പരമായിട്ട് ചില ആഗ്രഹങ്ങളുണ്ട് അതിന് ഇവിടെ എത്തിച്ച് പോകണമെന്ന്. യുദ്ധം വന്നിട്ട് നമ്മൾ ഇത് പൂട്ടിപ്പോകണ്ടോ എന്നുള്ള അവസ്ഥയിലാണ് പോകേണ്ടി വന്നത്. പക്ഷെ എന്തായാലും അൽഹംദുലില്ലാഹ് നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ സമയത്തേക്കുള്ള ഒരു തർത്തീബ് ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സമാധാനമായിട്ട് ആ ഒരു ധൈര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു പ്രാക്ടിക്കൽ സൈഡിൽ പറയാനുള്ളത്. പിന്നെ ഇൻഷാ അല്ലാഹ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും 4 ദിവസമുള്ളൂ. പക്ഷെ ഹജ്ജിൻ്റെ അനുഭവം പറയുമ്പോൾ നമ്മൾ എന്ത് പറയേണ്ടി വരും, ആ യാത്ര മുഴുവനായിട്ട് പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക്
കഴിഞ്ഞ വർഷേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിട്ട് പരിചയപ്പെട്ടിരുന്നു നമ്മൾ കൂടെ പോകേണ്ട ആളുകൾ എന്നുള്ളത്. പിന്നെ ഒരു ലോങ് ടേം എന്തില്ല, അവരായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ ഇവിടെ നമ്മൾ ചെറിയൊരു അനുഭവം അല്ലെങ്കിൽ ഇതുപോലെ ചെറിയൊരു ക്ലാസ് ദുബായിൽ വെച്ച് നടക്കുന്നത്, അവിടുന്ന് എല്ലാവരും ഒന്നും കൂടെ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മൾ ആ ടീം എന്നുള്ളത് ശരിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ശരിക്കും പ്രൈവറ്റ് പോയാൽ മതി എന്ന് ഓപ്റ്റ് ചെയ്യുന്നതിന് 2 റീസൺ ഉണ്ട്. ഒന്ന് സമയമാണ്. ഈ 16 days നമുക്ക് ലീവിൻ്റെ അവൈലബിലിറ്റി ഇതൊക്കെ ഒരു കൺസേൺ ആയിരുന്നു. പക്ഷെ അതേപോലെ തന്നെ കൺസേൺ ആയിരുന്നു നമ്മൾ അമീർ ആരാണ്, നമ്മുടെ ടീം എന്താണ്, എങ്ങനെയാണെന്നുള്ളത്. അത് ഹജ്ജിൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു സാധനമാണല്ലോ. അപ്പം നമുക്കുണ്ടായൊരു ഭയങ്കര പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നല്ലൊരു ഡൈവേഴ്സ് ക്രൗഡാണ്. ഒരുവിധം എല്ലാ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളും, റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അവിടെ ഉണ്ടാവുള്ളൂ, എന്നാൽ പോലും അതിൽ പോലും ഉണ്ടാവുമല്ലോ ചില ന്യൂആൻസ്ഡ് പ്രിഫറൻസസും ബിലീഫ്സും, അങ്ങനെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉള്ള എല്ലാവിധ ആളുകളുള്ള ഭയങ്കര ഡൈവേഴ്സ് ആയ നല്ലൊരു ഗ്രൂപ്പ് നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ അതിൽ ചില ആളുകളുടെ ചില തയ്യാറെടുപ്പുകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളോടൊക്കെ എന്താ വെച്ചാൽ കൊട, അതേപോലെ സൺസ്ക്രീനൊക്കെ പാക്ക് ചെയ്ത് വന്ന ആളുകളുണ്ട്. അതേസമയം എനിക്കെന്ത് ചെയ്യണം, ആ വെയിൽ മുഴുവനായി കൊള്ളണം എന്നുള്ള നീയത്തിൽ ഒരു സൺഗ്ലാസ് പോലും എടുക്കാതെ വന്ന ആളുകളും ഉണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ പലരുടെ തയ്യാറെടുപ്പ് പല രൂപത്തിലാണ് എന്ന് വെച്ചിട്ട് ഒരാൾ സ്വീകരിക്കപ്പെടാൻ മറ്റൊരാൾ സ്വീകരിക്കാൻ അങ്ങനെയൊന്നുമില്ലല്ലോ. അവർക്ക് എങ്ങനെയാണോ പടച്ചവനോട് ഏറ്റവും എടുക്കാൻ പറ്റുക ആ മെത്തേഡിൽ ഓരോരുത്തരും ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു മൊത്തത്തിലുള്ള എഫേർട്ടിനാണല്ലോ വാല്യൂ. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടുന്ന് മദീനയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ജിദ്ദയിൽ പോയി ഇറങ്ങി മദീനയിലേക്കുള്ള ബസ് യാത്രയാണ്. അപ്പോൾ പുതിയ സംവിധാനം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാജിമാർക്ക് കംപ്ലീറ്റ് അസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മളെ പെട്ടി പോലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ എടുക്കേണ്ടി വരരുത് എന്നുള്ളതാണ് കോൺസെപ്റ്റ്. അപ്പോൾ കോൺസെപ്റ്റ് നന്നായ പോരല്ലോ, അതിൻ്റെ എക്സിക്യൂഷനും കോൺസെപ്റ്റും നമ്മൾ ചിലപ്പോൾ ചെറിയ എന്തുണ്ടാവും, ഒരു വേരിയേഷൻ ഉണ്ടാവും. അങ്ങനെ ചെറിയൊരു വേരിയേഷൻ നമുക്ക് മദീനയിലെത്തിയപ്പോൾ മനസ്സിലായി. എന്താ വെച്ചാൽ ഞങ്ങൾ മദീനയിലെത്തി, പെട്ടി മക്കത്തുമുണ്ട്. ജിദ്ദ എയർപോർട്ടിൽ നിന്ന് അങ്ങനെയാണ് പോയത്. അപ്പോൾ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, ആ ഗ്രൂപ്പിലുണ്ടായ ഒരു ഇതെല്ലാവർക്കും എന്താ ഹജ്ജിന് പോകാനുള്ള ഒരു സാമ്പത്തിക ശേഷി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണല്ലോ. ആ പെട്ടി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യായിരുന്നു, അന്ന് രാത്രി എന്ത് ചെയ്യുന്നു, ആ പെട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാ സാധന സാമഗ്രികളും അന്ന് രാത്രി ചിലപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു, വാങ്ങുമായിരുന്നു. പക്ഷെ പെട്ടി എന്തെയാണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം എത്തും അല്ലെങ്കിൽ നാളെ രാവിലെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ കൊടുത്തപ്പോൾ പിന്നെന്തിനാ വാങ്ങുന്നതെന്നുള്ളൊരു മൂഡുണ്ടല്ലോ. അപ്പോൾ ആളുകൾ എന്ത് ചെയ്തു, ഒന്നുകിൽ ആ വസ്ത്രത്തിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഒരു സ്പെയർ ഉണ്ടാവും, ഹാൻഡ് ബാഗിലുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെയായി നമ്മൾ സ്വാഭാവികമായിട്ടും മദീന പള്ളി കർമ്മങ്ങളായിട്ട് തിരിച്ചു വരുമ്പോൾ പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ഒരു സ്വാഭാവിക കൺസേൺ ഉണ്ടാവില്ല. അപ്പോൾ പെട്ടി അവിടെ ഉച്ചക്കെത്തും, ഉച്ചയായപ്പോൾ പെട്ടിയോടെ വൈകുന്നേരം എത്തും, വൈകുന്നേരമായപ്പോൾ പെട്ടി രാത്രി എത്തും, രാത്രിയായപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരു ധാരണ എന്ത്, പെട്ടി ഇപ്രാവശ്യം കിട്ടൂലാണ്. അപ്പോൾ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് പോയ യാത്ര നമുക്ക് ഇവിടുന്ന് പോയൊരു ട്രൂപ്പ് നാട്ടിൽ നിന്ന് വന്നൊരു ട്രൂപ്പാണ്. നാട്ടിൽ നിന്ന് വന്ന ട്രൂപ്പ് നമ്മൾ എത്തിയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് എത്തുക. അപ്പോൾ ഇവിടുന്ന് പോയ നമുക്കൊരു അമീറിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. മൂപ്പര് ഉറക്കൊഴിച്ചിട്ടാണ്, ഇവിടുന്നുള്ള യാത്ര മുതൽ തുടങ്ങിയതാണ് ഉറക്കൊഴിക്കാൻ. എന്നിട്ട് അന്ന് പിറ്റേത്തെ രാത്രിയും ഈ പെട്ടിയുടെ തപ്പലിൽ മൂപ്പര് ഉറക്കൊഴിച്ചിട്ടാണ്, നമ്മളൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിലവരെന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു കുപ്പായം കൂടെ വാങ്ങിയെടുത്തു, രാത്രി ഉറങ്ങുമ്പോൾ എങ്കിലും മാറ്റണമല്ലോ വെച്ചിട്ട്. അല്ലാണ്ട് അതേ കുപ്പായത്തിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഉണ്ടായത്, ഹാൻഡ് ബാഗിൽ എന്താണോ, മിക്കവാറും ഹാൻഡ് ബാഗിലൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, ആ രൂപത്തിൽ ഒരു 2 ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് ശരിക്കും നമുക്ക് പെട്ടി എത്തുന്നത്. അപ്പോൾ ആ രണ്ടാമത്തെ ദിവസം രാവിലെ നമ്മളെ കൂട്ടത്തിൽ കുറച്ച് പ്രായമുള്ള ഒരു കണ്ടായിരുന്നു. ഇങ്ങനെ ഇറങ്ങുമ്പോൾ, പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളോട് പറഞ്ഞ്, ശരിക്കും നമുക്ക് ഇതൊക്കെ തന്നെ മതിയല്ലേ, ഇപ്പോൾ പെട്ടി ഇല്ല എന്ന് വെച്ചിട്ട് വലിയ പ്രയാസമൊന്നും നമുക്ക് ആർക്കും ഇല്ലല്ലോ, ശരിക്കും നമുക്ക് ഇതൊക്കെ തന്നെ മതിയല്ലേ എന്ന്. അപ്പോൾ ഞാനിപ്പോൾ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം, പെട്ടി ഇപ്പോഴും എത്തിയിട്ടില്ല, എന്നാലും അൽഹംദുലില്ലാ പ്രയാസമൊന്നുമില്ല. കാരണം നമ്മൾ ആ ഒരു മൂഡിലാണല്ലോ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ സബറാണ്, നിങ്ങൾ സബർ പാക്ക് ചെയ്യുക, പിന്നെ എന്ത് പാക്ക് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെയും സബർ പാക്ക് ചെയ്യുക, പിന്നെന്ത് പാക്ക് ചെയ്യണം പിന്നെയും സബർ പാക്ക് ചെയ്യുക എന്നൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടാണ് നമ്മളവിടെ എത്തുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ എന്തുണ്ട്, നമുക്ക് ഭയങ്കര ഇതുണ്ട്. എന്നാലും എന്തുണ്ടാവും, ബസ്സിലിരിക്കുമ്പോൾ ചില ഇപ്പോൾ വൈഫ് ഹസ്ബൻഡ് ഇരിക്കേണ്ട ഒരു ചോദിക്കും, ഈ ബസ് എത്ര മെല്ലെ പോണത്, നമ്മുടെ ബസ് കുറച്ച് മെല്ലെ പോകുന്നതായിട്ട് ഫീൽ ചെയ്യുവാണ്. അവിടെ എത്താനുള്ള ആവേശത്തിൽ ആഗ്രഹത്തിൽ ചോദിക്കുകയാണ്. അപ്പോൾ ഒന്ന് ചോദിച്ചു നോക്ക്, കുറച്ച് സ്പീഡ് കൂട്ടാൻ പറ്റുമെന്ന്. അപ്പോൾ എന്ത് ചെയ്യും,
ഇല്ല ചോദിക്കണ്ട, കുഴപ്പമില്ല, നമുക്ക് നല്ല പോയാൽ മതി. അങ്ങനെ എല്ലായിട്ടുള്ള ചെറിയ ചെറിയ ഇൻട്രാക്ഷനിലാണ് ഈ സാധനം അവിടെ എത്തുന്നത്. എന്നാലും നമുക്ക് അതിൻ്റെ ഓരോ സ്റ്റെപ്പിനും ഈ സബർ കൈവിട്ടു പോരുത് എന്നുള്ള ഈ സാധനം ഉള്ളതുകൊണ്ട് പരസ്പരം ഓർമ്മപ്പെടുത്തിയിട്ടും പരസ്പരം രക്ഷിച്ചിട്ടും ഒക്കെ സാധനം പോകും. എന്നാൽ പോലും അവിടുന്ന് രണ്ടാമത്തെ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സെർവ് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു ക്ലേശം ഉണ്ടാവുകയും ഏതോ ഒരു നാട്ടിൽ, അതായത് നോർത്ത് ഇന്ത്യക്കാരനായ ഒരു ഹാജി അല്ലെങ്കിൽ പാകിസ്ഥാനി ഒരു ഹാജി അവിടെ സെർവ് ചെയ്യുന്ന ആളോട് വല്ലാണ്ട് ചൂടാവാണ്. ഇയാൾ ചൂടായതും ഉടനെ എല്ലാവരും അത് ഏത് നാട് എന്നില്ലാതെ ഏത് സ്ഥലം എന്നില്ലാതെ എല്ലാവരും പോയിട്ട് എന്ത് ചെയ്യാണ്, ഇവർ പിടിച്ചു വെച്ചിട്ട് പറയാണ്, എന്ത് ചെയ്യാണ്, എന്തോ ആയിക്കോട്ടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് അടങ്ങ്, ഹജ്ജ് കഴിഞ്ഞിട്ട് ഹജ്ജിൻ്റെ സമയത്ത് എന്തുണ്ടാവരുത്. എല്ലാവരെയും കൺസേൺ എന്താണ്, ഈ സമയം സേഫായിട്ട് ആരോടും ഒരിതുമില്ലാതെ ഒരു പ്രശ്നമില്ലാതെ ഹജ്ജിന് കോട്ടം തട്ടുന്ന ഒന്നുമില്ലാതെ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കരമായ കൺസേൺ. എനിക്കും ഇതുപോലെ അനുഭവമുണ്ട്. അറഫയിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഹജ്ജിലെ വലിയൊരു ജിഹാദ് എന്താണെന്ന് വെച്ചാൽ ബാത്റൂമിലെ ക്യൂ ആണ്. ചിലപ്പോൾ ഖലീൽഖാൻ്റെ ഉപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ക്യൂ എന്ന് പറഞ്ഞാൽ നീണ്ട ക്യൂ ആയിരിക്കും, ലിമിറ്റഡ് സ്ലോട്ടാണ്. പിന്നെ ഇന്ത്യൻസിൻ്റെ ഒക്കെ പോപ്പുലേഷൻ കൂടുതലാണല്ലോ. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരേ സെറ്റപ്പ് ആയിരിക്കും. ക്യാമ്പുകളിൽ ഇത്ര വാഷ്റൂംസ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക, നമ്മളെ ഡെൻസിറ്റി പാക്റ്റും ആയിരിക്കും. അപ്പോൾ ഈ നിൽക്കുമ്പോൾ വെയിലത്ത് നിൽക്കല്ലേ, തല ഇങ്ങനെ ചൊറിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചൊറിയേനി. അപ്പോഴും കാക്കാർ വന്ന് പിടിച്ച്, എന്താ വെച്ചാൽ ഇഹ്റാമിലാണല്ലോ, ചൊറിയുമ്പോഴോ മറ്റോ അറിയാതെ എന്ത് ചെയ്താണ്, മുടി കൊഴിഞ്ഞു പോയാൽ അത് ഇഹ്റാമിൽ നിന്ന് തഹല്ലാൻ റീസൺ, അറിയാതെ പറ്റിപ്പോയ പ്രശ്നം ഉണ്ടെന്നല്ല, എന്നാൽ പോലും നമ്മൾ ആ സൂക്ഷ്മത കാണിക്കുക എന്നുള്ള രൂപത്തിൽ എല്ലാവരും കൂടിയിട്ടാണ് ഇത് പറയാം, അങ്ങേയറ്റം സ്നേഹത്തോടും ബഹുമാനത്തോടും. നമ്മളിപ്പോൾ ഒരാളോട് എങ്ങനെ ഉപദേശിക്കണം എന്നുള്ളതിനൊക്കെ നമ്മൾ വിചാരിക്കും ഞാൻ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആളാണ്, ഞാനെന്താ കാണാൻ മുഖത്ത് തുറന്നടിച്ച് പറയുന്ന ആളാണ്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ പോലും അത്രയും അയാൾക്കൊരു വേദന തോന്നാൻ പാടില്ല അതിൻ്റെ റിമാർക്ക് കൊണ്ട്, എന്നാലൊട്ട് അയാളോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അത്രയും സ്നേഹത്തോടും ബഹുമാനത്തോടും നമ്മൾ ഈ കാര്യങ്ങൾ പറയാം. അങ്ങനെ മദീനയിലെത്തി. അമീർ പിറ്റേ ദിവസം നമ്മൾ എത്തുകയാണ്. ഈ ബാഗ് കിട്ടുന്നതിന് ഞാൻ വീട്ടിലിങ്ങനെ പറഞ്ഞിരുന്നു, സൂചിപ്പിച്ചിരുന്നു ഉപ്പാനോടും ഉമ്മാനോടും, ആണ് ബാഗ് വന്നിട്ടില്ല. അപ്പോൾ ഉപ്പ അയച്ച മെസ്സേജും ശരിക്കും ഇത് തന്നെയാണ്, ഇക്ക പറഞ്ഞ അതേ കോൺസെപ്റ്റാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, 2 ജോഡി വസ്ത്രേ ജനറലി ഉണ്ടായിരുന്നുള്ളൂ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എന്ത് ചെയ്യും, അത് അലക്കിയിട്ട് കൂട്ടത്തിൽ മെച്ചെന്താണോ, കൂട്ടത്തിൽ പുതിയത് എന്താണോ അത് ഇടുമായിരുന്നു. പെരുന്നാളിന് പോലും അത് തന്നെയായിരുന്നു ശീലം എന്നുള്ളതാണ്. അല്ലാതെ ഓരോ പെരുന്നാൾ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ വസ്ത്രത്തിൻ്റെ സുന്നത്താന്ന് പറയുമ്പോൾ ഓരോ പെരുന്നാൾ അള്ളാഹുവിൻ്റെ റസൂൽ പുതിയ വസ്ത്രം വാങ്ങിയിട്ടോ തയ്പ്പിച്ചിട്ടോ ഒന്നും ഉണ്ടാവില്ല. കൂട്ടത്തിൽ എന്താണോ ഏറ്റവും നല്ലത് അതിലാണ്. ശരിക്കും നമുക്കത് മതി എന്നുള്ളൊരു തോന്നൽ അവിടുന്ന് ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ അത് ആ ഒരു ഉറപ്പുണ്ടായിരുന്നെങ്കിൽ, ഇത് കിട്ടൂല എന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളെല്ലാവരും പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, സാധനം പുതിയത് വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പടച്ചോന് അതിൽ പോലും ഒന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചില ഹിക്മത്ത് ഫീൽ ചെയ്യും. അപ്പോൾ ചില സാധനങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ, അത് ഹജ്ജിന് മാത്രമല്ല അല്ലാത്ത ജീവിതത്തിൽ പോലും ചില സാധനങ്ങൾ നമുക്ക് ഡിലേ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനുണ്ടാവും നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ചില ഹിക്മത്തുകൾ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാവണമെന്നേ ഉള്ളൂ. മദീനയെ പിന്നെ മദീന എന്നുള്ളത് ഇവിടെ പോയ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. മദീന നമുക്ക് വിട്ടു വരാൻ തോന്നൂല. മദീന വിട്ട് വരുമ്പോൾ എപ്പോഴും എന്താണ്, ഒരു സങ്കടമാണ്. എത്ര സമയം നമുക്ക് ഇരിക്കാം. അപ്പോൾ എൻ്റെ മദീന അനുഭവം എന്ന് വെച്ചാൽ, മദീനത്ത് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നീണ്ട നേരം ഇരിക്കാമല്ലോ. പിന്നെ ഹജ്ജിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2 വർഷവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഉംറക്ക് പോയിട്ടുണ്ട്. ഉംറക്ക് പോയതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു വെച്ചാൽ അവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങൾ, ചരിത്രപ്രധാനമായ സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ കവർ ചെയ്യണം. കാരണം ഹജ്ജിന് വന്നു കഴിഞ്ഞാൽ ഫോക്കസ് എന്തായിരിക്കണം, ഹജ്ജ് ഭാഗത്ത് അങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ അത് ഗുണം ചെയ്തു എന്ന് എനിക്ക് തോന്നി. കാരണം ഒന്നാമത് ആക്ടിവിറ്റി അങ്ങനെ സിയാറത്ത് കുറവായിരുന്നു. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിനേക്കാൾ കൂടുതൽ പള്ളിയിൽ സമയം സ്പെൻഡ് ചെയ്യാൻ ഹജ്ജിൻ്റെ ടൈമിൽ പ്രിഫർ ചെയ്തിരുന്നു. എൻ്റെ ഒരു ഫേവററ്റ് ആക്ടിവിറ്റി എന്നുള്ളത് ഫജറിന് നേരെ റൂഫ് ടോപ്പ് കയറാം മദീന പള്ളീൻ്റെ. അപ്പോൾ റൂഫ് ടോപ്പിലായിരിക്കും എനിക്ക് കുറേ കൂടെ എന്താണ് ആ കിറാത്തൊക്കെ ഭയങ്കര നമുക്ക് ആസ്വദിച്ച് കേൾക്കാൻ പറ്റുക. ഇത് കേട്ട് കഴിഞ്ഞ് പിന്നെ സൂര്യൻ ഉദിക്കുന്നത് വരെയും അവിടെ ഹൈത്തമതൊക്കെ എൻ്റെ കിറാത്തും വെച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ കാലിയായ സ്ഥലങ്ങളുണ്ടാവും. സുബഹിക്ക് ശേഷം അവിടെ പോയി ഇരിക്കുക, കിടക്കുക, ദിക്റിലാവുക. അതായത് മദീന പള്ളിയിൽ നമ്മുടെ ഫേവററ്റ് ആക്ടിവിറ്റി. പിന്നെ റൗദ സന്ദർശനം സ്വാഭാവികമായിട്ടും നടത്താൻ പറ്റി എല്ലാവരും കൂടെ. ഇതിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ടീമുണ്ടല്ലോ. അപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു സ്പേസും, തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ടീമിൻ്റെ കൂടെയുള്ള ഭയങ്കര ഹോൾസമായ ഒരു ഇൻട്രാക്ഷനും. ഇത് ഒരു പ്രായപരിധി ഇല്ലാത്തൊരു ഇൻട്രാക്ഷനാണല്ലോ. നമ്മളെ ഗ്രൂപ്പിൽ ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ ആളാണ്. നമ്മുടെ റൂമിലുണ്ടായത് ഏറ്റവും പ്രായം കൂടിയ ആളുകളാണ് മക്കരൊക്കെ എൻ്റെ കൂടെ നമ്മുടെ റൂമിലുണ്ടായത്.
എന്നാൽ നമ്മൾ തമ്മിൽ ഭയങ്കരമായൊരു ബന്ധമാണ്. മൂപ്പര് ഞാൻ ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഹജ്ജിൻ്റെ എല്ലാ കർമ്മങ്ങളും മുസ്ദലിഫ മുതൽ അങ്ങോട്ടുള്ള ഫുൾ നടത്തവും ജംറയിൽ കല്ലേറും ഒക്കെ ഒരുമിച്ചാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത ബന്ധം നമ്മൾ തമ്മിൽ എന്ത് ഒരു ഫോമായി വരും. അത് എങ്ങനെയാണെങ്കിലും അതിനുശേഷം ഇപ്പോഴൊക്കെ ഹജ്ജ് കഴിഞ്ഞാൽ പോലും നമുക്ക് എന്താണ് ഓരോ തവണയും ഓരോ ദിവസവും കൂടുമ്പോഴും ആ ഒരു ടീമിൻ്റെ കൂടെ ഇനിയും കാണാനും അങ്ങനെ ഇനിയൊരു ഗെറ്റ് ടുഗെദർ സംഘടിപ്പിക്കാനൊക്കെ ഭയങ്കര ആവേശമാണ്. കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഒരു സംഗമൊക്കെ ഉണ്ടായിരുന്നു. ഹജ്ജിനെ എല്ലാവരും പറയും, അപ്പം ശരിക്കും സാഹിബ് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം പോലും അതാണല്ലോ, സഹയാത്രികനാണ്. അപ്പോൾ ആ ഒരു സുഹബത്ത് നമുക്ക് എന്താണ് ഭയങ്കര വാല്യൂ ആഡായിട്ട് ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്. ശരിക്കും എല്ലാവരും മരുന്നുകൾ പാക്ക് ചെയ്ത് കൊണ്ടുവരും. പക്ഷെ നമുക്ക് എന്ത് രോഗമാണോ വന്നത് ആ രോഗത്തിൻ്റെ മരുന്ന് അവരവരുടെ കയ്യിൽ ആരെടുത്തും മിക്കവാറും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തും എന്ത് ചെയ്യും, മരുന്ന് ഷെയർ ചെയ്യാണ്. ഞാൻ അവിടെയുള്ള ഒരുത്തേയും ഒരിക്കൊക്കെ ഉണ്ടായിരുന്നു, ഓരൊക്കെ തന്ന മരുന്നുകൾ ഇഷ്ടംപോലെ കഴിച്ച്, അതേപോലെ ഓർക്ക് ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോയ മരുന്നായിരിക്കും കൂടുതൽ എഫക്റ്റീവായിട്ടുണ്ടാവും. അങ്ങനെ ഒരു വല്ലാത്തൊരു ഷെയറിങ്ങും കൂടെയാണ്.